പിതാവിനും പുത്രനും പരിശുദ്ധരുവായും സ്തുതി. ആദ്യം തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. മലാഖി പ്രവചനത്തിൻ്റെ പഠനഭാഗത്തോട് ചേർത്ത് കാലിക പ്രസക്തമായ ഒരു സുപ്രധാന ചിന്ത കൂടി ഉൾച്ചേർക്കുകയാണ്. മലാഖി പ്രവചനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, ഞാൻ വിവാഹമോചനം വെറുക്കുന്നു എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ഈ സമകാലീന സാഹചര്യങ്ങളിൽ വളരെ പ്രസക്തമായ ഒരു വാക്യമാണ് മലാഖിയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. ക്രൈസ്തവ സമൂഹത്തിൽ വിവാഹമോചനം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ നാടുകളിൽ വർഷം തോറും നടത്തപ്പെടുന്ന വിവാഹങ്ങളിൽ ഏതാണ്ട് 40% വിവാഹമോചനങ്ങളിൽ കലാശിക്കുകയാണ്. ചില ക്രൈസ്തവ സഭകൾ വിവാഹമോചനം ഔദ്യോഗികമായി അംഗീകരിച്ചു കഴിഞ്ഞു. പൗരോഹിത്യ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വിവാഹമോചനം നേടി പുനർവിവാഹം ചെയ്ത് പൗരോഹിത്യ ശുശ്രൂഷ തുടരുന്ന ചില കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം. വിവാഹമോചനം നേടി പുനർവിവാഹം ചെയ്തവർ പരിശുദ്ധാത്മശക്തിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെട്ട് വലിയ ശുശ്രൂഷകൾ നയിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം. രാഷ്ട്രീയ തലവന്മാരാകുവാനോ രാഷ്ട്രീയ നേതാക്കന്മാരാകുവാനോ വിവാഹമോചനം ഒരു തടസ്സമല്ലാതായി തീർന്നിരിക്കുന്നു. 3-ാം സഹസ്രാബ്ദം സമ്മാനിക്കുന്ന ഈ സ്ഥിതിവിശേഷത്തിലാണ് വിവാഹമോചനത്തെക്കുറിച്ചുള്ള അത്യുന്നതനായ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ വിവാഹമോചനം വെറുക്കുന്നു എന്ന് മലാഖിയുടെ പ്രവചനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ യാതൊരു അർത്ഥശങ്കയ്ക്കോ വ്യാഖ്യാന ഭേദങ്ങൾക്കോ പഴുതു നൽകാതെ ദൈവം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിവാഹിതരായി ഒന്നായിത്തീരുന്ന ദമ്പതികളിൽ നിന്ന് സ്നേഹവാനായ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവഭക്തരായ സന്താനങ്ങളെയാണ്. പരിശുദ്ധവും പരിഭാവനവുമായ ഈ ദാമ്പത്യ ബന്ധത്തിൽ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കരുതെന്ന് ദൈവം പ്രത്യേകം കൽപ്പിക്കുന്നു. കാരണം കന്യകയായിരുന്ന അവൾ ഭാര്യയായി അമ്മയായി തീർന്ന ശേഷം ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവൾക്ക് സന്തോഷപ്രദമായ ഒരു പുനർവിവാഹം ഏറെക്കുറെ അപ്രായോഗികമാണ്. എന്തെന്നാൽ തന്നെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പുരുഷന്റെ പ്രതീക്ഷകൾ പൂർണ്ണമാക്കുവാൻ മുറിവേറ്റ അവളുടെ ശരീര മനസ്സുകൾക്ക് സാധിക്കുന്നില്ല. ഭാര്യയെ ഉപേക്ഷിക്കുന്ന പുരുഷന് യാതൊന്നും നഷ്ടപ്പെടാനില്ലാത്തതിനാൽ അവന് ഒരു പുനർവിവാഹത്തിന് യാതൊരു പ്രയാസമോ തടസ്സമോ നാം കാണുന്നില്ല. യൗവനത്തിൽ ഭാര്യയുമായി തൻ്റെ സന്നിധിയിൽ ഉടമ്പടി ചെയ്തിരിക്കുന്ന ഒരുവൻ അവളോട് അവിശ്വസ്തത കാണിക്കുകയോ അവൾ ഉപേക്ഷിക്കുകയോ ചെയ്ത ശേഷം തൻ്റെ ബലിപീഠത്തെ കണ്ണുനീർ കൊണ്ട് മൂടിയാലും താൻ ഒരിക്കലും അവൻ്റെ വഴിപാടുകൾ സ്വീകരിക്കുകയില്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നതിൽ നിന്ന് വിവാഹമോചനം നടത്തുന്നവരെ ദൈവം എത്രമാത്രം വെറുക്കുന്നു എന്നുകൂടി വ്യക്തമാക്കി തരികയാണ് വേദഭാഗം. വിവാഹമോചനത്തെ ഇത്രയധികം വെറുക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് പുനർവിവാഹങ്ങൾ നിരന്തരം നടത്തുന്നുമെന്നതാണ് ഇന്ന് ക്രൈസ്തവ ലോകത്ത് ദർശിക്കാവുന്ന വൈപരീത്യം എന്ന് പറയുന്നത്. അതോടൊപ്പം ഭാര്യഭർത്താക്കന്മാരുടെ വേർപിരിയലോടുകൂടി ദൈവഭക്തരായി തീരണമെന്ന് ദൈവം ആഗ്രഹിച്ച അവരുടെ മക്കൾ മാതാപിതാക്കളുടെ സ്നേഹപരിലാളനകൾ നഷ്ടപ്പെട്ട് നിരാശയാലും മാനസിക സംഘർഷങ്ങളാലും
മുറിവേറ്റ് മുരടിച്ച് ദൈവമില്ലാത്തവരായി താന്തോന്നികളായി വളരുന്ന സാഹചര്യങ്ങളും ആധുനിക ലോകത്ത് സർവ്വസാധാരണമാണ്. മലാഖി പ്രവാചകനിലൂടെ സർവശക്തനായ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ വിവാഹമോചനം വെറുക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അദൃശ്യമായ കരങ്ങളിൽ വഹിക്കട്ടെ. ദാമ്പത്യ ജീവിതങ്ങൾ അനുഗ്രഹകരമായി തുടരട്ടെ. ദൈവകൃപയിൽ നമുക്ക് നിലനിൽക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു ദിനം കൂടി ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.